ജാക്കിനെ കൊണ്ടുപോകാൻ വന്ന ഈ കാലന്മാരെ എങ്ങനെയും ഓടിപ്പിച്ചേ മതിയാവൂ. ആദ്യം തന്നെ ഈ വലിയ അനിസ്റ്റേഷ്യ എടുത്ത് ഒരെണ്ണത്തെ പറപ്പിക്കാം. അവിടെ ഒരു റിമോട്ട് ഇരിക്കണ്ടല്ലോ, നമുക്ക് ആ TV ഒന്ന് ഓഫ് ആക്കാം. അയ്യോ, ആ ടിവിയുടെ ഉള്ളിൽ നിന്ന് ഒരു യക്ഷി വന്നല്ലോ. എന്തായാലും അതിന്റെ പിറകെ ഒരെണ്ണം പോയി കിട്ടി. അവിടുത്തെ പ്ലഗ് ഊരി അവന്റെ ഹാർട്ട് ബീറ്റ് കാണാതായപ്പോ അവൻ ആദ്യം മരിച്ചതാന്ന് കരുതി ഒരാളെ കബളിപ്പിച്ചു. സർജന്റെ കയ്യിലുള്ള കത്രിക നമുക്ക് എടുത്തിട്ട് ഈ പെയിന്റിംഗ് ഒന്ന് വെട്ടിയെടുക്കാം. ഇപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അവരിൽ ഒരാളാണെന്ന് കരുതപ്പെടും. അവിടെ കിടക്കുന്ന വെള്ള വിരിയിട്ട് കൊടുത്തിട്ട് ഈ ഗോൾഡ് ചെയിനും തലയിൽ വെച്ച് കൊടുത്താൽ നമുക്കൊരു കാലിനെ ഏഞ്ചലാക്കി മാറ്റാലോ. അവിടെ ഒരു വലിയ സഞ്ചി നിറച്ച് പണമാണല്ലോ. കൈക്കൂലി കൊടുത്ത് നമുക്കൊരു കാലിനെ സെറ്റാക്കാം. പാവം കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയ്യോ, ലൈഫ് എക്സ്ചേഞ്ച് ചെയ്യാനോ? അയ്യോ, അതൊന്നും വേണ്ട, നമുക്ക് വേറെ ഐഡിയ നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഐഡിയാസ് വേഗം തന്നെ കമന്റ് ചെയ്ത്. അവിടെ ഇരിക്കുന്ന അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പേൻ എടുത്ത് നമുക്ക് ഈ നോട്ടൊന്ന് തിരുത്തി റിസൈൻ നോട്ടീസ് ആക്കാം. അങ്ങനെ ഒരു കാലിനെ നമുക്ക് പിരിച്ചു വിടാൻ ജോലിന്ന്. ആ കത്രിക എടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് മുറിച്ചു നോക്കാം. ഇതിൽ പൂച്ചയുടെ രോമം കിട്ടിയിട്ടുണ്ട്. പൂച്ചയുടെ രോമം അലർജി ആയതുകൊണ്ട് ഒരു കാലൻ അങ്ങനെ ഓടിപ്പോയി. ഇനി അവസാനത്തെ കാലനെ ഓടിപ്പിക്കാനുള്ള ഐഡിയ നിങ്ങൾ കമന്റ് ചെയ്യൂ.